പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് പിള്ള എന്ന കവിതയിലെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഹം ബി ജോഡേം എന്നാണ്. ക്യാ ഗാന പസന്ദത. ഇവിടെ പട്ടിക്കുഞ്ഞിന് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം എന്നാണ് എഴുതേണ്ടത്. ക്യാ ഗാന പസന്ദത. എന്തായിരുന്നു ഇഷ്ടം? ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന അല്ലെ. ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്ദത. എന്താണ്? ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്ദത. ഇനി അടുത്തത് നോക്കാം. കിസ്കെ നീച്ചെ സോത്താത. എന്തിന്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത്? എന്തിന്റെ കിസ്കെ എന്തിന്റെ അല്ലെങ്കിൽ ഏതിന്റെ താഴെയാണ്? നീച്ചെ താഴെ, സോത്താത ഉറങ്ങിയിരുന്നത്. എന്തിന്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത് എന്നാണ് ചോദ്യം. എന്തിന്റെയാണ്? പങ്കേക്ക് നീച്ചെ അല്ലേ. നോക്കാം. പങ്കേക്ക് നീച്ചെ സോത്താത. എന്തിന്റെ താഴെയാണ്? പങ്കേക്ക് നീച്ചെ സോത്താത. അടുത്ത നോക്കാം. കിസ്കെ സാത്ത് ഗേൽത്താത. ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? കിസ്കെ ആരുടെ, സാത്ത് കൂടെ, ഗേൽത്താത കളിച്ചിരുന്നത്. ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? ആരുടെ കൂടെയായിരുന്നു? നീതു കെ സാത്ത് ഗേൽത്താത. ആരുടെ കൂടെയാണ്? നീതു കെ സാത്ത് ഗേൽത്താത. നീതു കെ സാത്ത് ഗേൽത്താത. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇൻകി മദദ് സേ കവിതാമേ പങ്ക്തിയാൻ ജോഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സഹായത്തോടെ കവിതയിലെ വരികൾ ചേർക്കാം. ഈ കവിതയ്ക്ക് ഇവിടെ നിങ്ങൾ 4 വരി കവിത ഉണ്ടാക്കണം. അതായത് നമ്മൾ നേരത്തെ നീതു കവിത പഠിച്ചതല്ലേ. നീതു കഥ പിള്ളായേക്ക് പിള്ള പറഞ്ഞൊരു കവിത പഠിച്ചു. ഇനി അതുപോലെ നിങ്ങളോട് സ്വയം 4 വരി കവിത ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മദദ് സേ, ഇവിടെ മുകളിൽ തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ സഹായമായിട്ട് എടുക്കാം എന്നാണ് പറഞ്ഞത്. ഇതിന്റെയൊക്കെ സഹായത്തോടെ എന്ത് ചെയ്യാ? ഇവിടെ കവിതയ്ക്ക് വരികൾ ചേർത്ത് എഴുതുക. നോക്കാം. ഞാനിവിടെ കവിതയ്ക്ക് വരികൾ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. പിള്ള ബിസ്കറ്റ് ഗാത്താത, പസന്ത് പസന്ത് സേ ഗാത്താത, പങ്കേക്ക് നീച്ചെ സോത്താത, നീതു കെ സാത്ത് ഗേൽത്താത. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയാ കവിതയ്ക്ക് വരികൾ ഉണ്ടാക്കിയാൽ മതി. ചെറുതായിട്ട് ചെറിയൊരു കവിത മാത്രം ഉണ്ടാക്കുക. ഓക്കെ. പിള്ള ബിസ്കറ്റ് ഗാത്താത. അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഒരു കവിത പോലെ എഴുതാം. പസന്ത് പസന്ത് സേ ഗാത്താത. പസന്ത് പറഞ്ഞ ഇഷ്ടം, വളരെയധികം ഇഷ്ടത്തോടെ കഴിച്ചിരുന്നു. പങ്കേക്ക് നീച്ചെ സോത്താത. ഫാനിന് താഴെ ഉറങ്ങിയിരുന്നു. നീതു കെ സാത്ത് ഗേൽത്താത. നീതുവിനോടൊപ്പം കളിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കവിതയുടെ വരികൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത വർക്ക് അവിടെ നേരെ താഴെ തന്നിരിക്കുന്നത് പരിചിത് ശബ്ദോം പർ ഗോള ലഗായേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിചിത് ശബ്ദോം പർ ഗോള ലഗായേം. അതായത് ഈ തന്നിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്കറിയാവുന്ന ശബ്ദം ഏതാണോ, നിങ്ങൾക്ക് ഓരോ വാക്കുകൾ അറിയുമല്ലോ, ആ വാക്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗോള ലഗായേം, വട്ടത്തിലാക്കാൻ, വട്ടം വരയ്ക്കാനാണ് പറഞ്ഞത്. നീതു നിങ്ങൾ പഠിച്ചണം. അപ്പൊ നീതുവിനെങ്ങനെ ഗോള. അതന്നെ ഈ താഴെ എഴുതാനും നിങ്ങൾക്ക് തന്നിട്ട് പരിചിത ശബ്ദം ലിഖിയെ. നിങ്ങൾക്ക് പരിചിതമുള്ള ശബ്ദങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പരിചയമുള്ള, ഇതിനു മുമ്പേ നീതുവിന്റെ പാഠത്തിൽ നിങ്ങൾ പഠിച്ച കാര്യം ഉണ്ടല്ലോ, ആ പഠിച്ച കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെയാണോ ഉള്ളത് അത് നിങ്ങൾ ഇവിടേക്ക് എടുത്ത് എഴുതാം. ഓക്കെ. അപ്പോ ഞാൻ എഴുതിയത് കാണിക്കാം. രാത്ത്, രാത്ത് നിങ്ങള് പഠിച്ചതാണ് അല്ലേ. ഇതിലുണ്ട് രാത്ത്. എവിടെ രാത്ത്? എവിടെയാ രാത്ത്? കണ്ടോ? രാത്ത് പഠിച്ചതാണ്. പിന്നെ നീതു, നീതു നിങ്ങൾ പഠിച്ചതാണ്. നീതു പഠിച്ചതല്ലേ? നീതു, നീതു പഠിച്ചതാണ്.
പിന്നെ കിതാബ് പഠിച്ചതാണ് അല്ലേ? കിതാബ് എന്ന് എഴുതുക. കിതാബ് നിങ്ങൾ ആ പട്ടിക്കുഞ്ഞ് കിതാബ് വായിക്കുമായിരുന്നു പഠിച്ചാണ്. കണ്ടോ? കിതാബ്. പിന്നെ അടുത്തത് എന്താണ്? നീതു ഗർക്കെ ബാഹർ. ബാഹർ നിങ്ങൾ പഠിച്ചതാണ്. നീതു വീടിന്റെ പുറത്തേക്ക് പോയി. പട്ടിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ നീതു പുറത്തേക്ക് പോയി പഠിച്ചതല്ലേ? ബാഹർ. ഇനി അടുത്തത് അമ്മ ചായ് ലേക്കറായി. ചായ നിങ്ങൾ പഠിച്ചതാണ്. ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്തത. ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു ഒക്കെ പഠിച്ചല്ലേ? ഈ ചായ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇങ്ങനെയാണ്. താഴേക്ക് രാത്ത്, നീതു, കിതാബ്, ബാഹർ, ചായ്. ഒന്നുകൂടെ പറയാ. രാത്ത്, നീതു, കിതാബ്, ബാഹർ, ചായ്. അങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സ്പേസിൽ എഴുതി കൊടുക്കാം. അപ്പം നമ്മളെ ആ വർക്ക് കഴിഞ്ഞു. ഇനി പടേം ഓർ സമച്ചേം. പിള്ള. ഇത് പിള്ളയാണ്. പിള്ളേന്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോത്താഹെ, ഗാത്താഹെ, കേൾത്താഹെ. ഇവിടെ പിള്ള എന്താണ് ചെയ്യുന്നത്? സോത്താഹെ ഉറങ്ങുന്നു. പിന്നെ പിള്ള എന്താ ചെയ്യുന്നത്? ഗാത്താഹെ കഴിക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? ഗേൽത്താഹെ കളിക്കുന്നു. 3 പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഉറങ്ങുന്ന പിക്ചർ തന്നിട്ടുണ്ട്, കഴിക്കുന്ന പിക്ചർ തന്നിട്ടുണ്ട്, കളിക്കുന്നു ആ പിക്ചറും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻ ചിത്ര ദേഖേ ലിഖേ. ഈ ചിത്രം നോക്കിയിട്ട് ഈ പിള്ള എന്താണ് ചെയ്യുന്നത് എന്നത് ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. പിള്ള എന്നിട്ട് ഇവിടേക്ക് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? പിള്ള എന്താ ചെയ്യുന്നത്? ഗാത്ത അല്ലേ? അതെ, ഗാത്ത. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗാത്ത. ഈ ആൻസർ നിങ്ങൾ ഇവിടേക്ക് എഴുതാം, ഇവിടെ എഴുതാം. മനസ്സിലായോ? പിള്ള ഗാത്താഹെ. ഈ ആൻസറാണ്, ഈ രണ്ടാമത്തെ നടുക്കിലുള്ള ആൻസറാണ് നിങ്ങൾ ഇവിടേക്ക് എഴുതി കൊടുക്കേണ്ടത്. പിള്ള ഗാത്താഹെ. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന വർക്കുകൾ. ഇതൊക്കെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ചെയ്യുക. പിന്നെ നോട്ട് ബുക്കിൽ എഴുതുക. നന്നായിട്ട് വായിക്കുക. അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ചിഹ്നങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.